ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 1. ഉന്മേഷദായകമായ മരുപ്പച്ച. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 1:1-2 വാക്യങ്ങൾ. ആൻഡ്രുവും കുടുംബവും കെനിയയിൽ സഫാരിക്ക് പോയപ്പോൾ വരണ്ടുണങ്ങിയ ഭൂമിയിലുണ്ടായിരുന്ന ഒരു ചെറിയ തടാകത്തിൽ പലതരം മൃഗങ്ങൾ വരുന്നത് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. ജിറാഫുകൾ, കാട്ടുമൃഗങ്ങൾ, നീർക്കുതിരകൾ, കുളക്കോഴികൾ എന്നിവയെല്ലാം ആ ജീവദായകമായ ജലസ്രോതസ്സിലേക്ക് വന്നു. അവയുടെ വരവും പോക്കും നിരീക്ഷിച്ച ആൻഡ്രു ചിന്തിച്ചു, ബൈബിൾ ഒരു ദൈവിക ജലാശയം പോലെയാണ്. അത് ജ്ഞാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾക്ക് അവരുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയുന്ന ഉന്മേഷദായകമായ ഒരു മരുപ്പച്ചയുമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആനന്ദിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത മനുഷ്യരെ ഭാഗ്യവാനെന്ന് വിളിച്ച സങ്കീർത്തനക്കാരനെ ആൻഡ്രുവിൻ്റെ നിരീക്ഷണം പ്രതിധ്വനിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ അവിടുത്തെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും വിവരിക്കുവാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. തിരുവെഴുത്ത് ധ്യാനിക്കുന്നവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ജീവദായകമായ ജലത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ഒരു മരത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത് പോലെ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ തിരുവെഴുത്തിൻ്റെ ആഴത്തിൽ വേരൂന്നുകയും അവർക്കാവശ്യമായ ശക്തി കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് നമ്മെ സമർപ്പിക്കുന്നത് നമ്മുടെ അടിസ്ഥാനങ്ങളെ ദൈവത്തിൽ നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ നാം കാറ്റുപാറ്റുന്ന പതിർ പോലെ ആകില്ല. വചനത്തിൽ കൂടി ദൈവം നമുക്ക് നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നതിനാവശ്യമായ പോഷണം പ്രദാനം ചെയ്യുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിത രീതിക്ക് ബൈബിൾ എങ്ങനെ ആധാരമായിരിക്കുന്നു? തിരുവെഴുത്തുകൾ ദിവസം മുഴുവൻ ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാകും? ദൈവത്തിന് മഹത്വം.